ഒരുപക്ഷെ നമ്മൾ ഏത് ലാംഗ്വേജിലെ ഏത് സിനിമ എടുത്താലും ഒരു ആക്ഷൻ പടത്തിലെ നായകന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച എലവേഷൻ സീൻ ഉള്ളത് ഈ പടത്തിലായിരിക്കും. ഏതോ ഒരാളോട് അപരാധം കാണിച്ച് തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സ്വന്തം മകനോട് ആ ഏതോ ഒരാൾ ആരായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സീൻ. ഒരൊറ്റ സീനിൽ തന്നെ ഒരുപാട് ഐക്കണിക് ഡയലോഗുകൾ പിറന്നൊരു രംഗമായിരുന്നു അത്. ഇറ്റ്സ് നോട്ട് വാട്ട് യു ഡിഡ് സൺ ദാറ്റ് ആങ്കേഴ്സ് മീ സോ, ഇറ്റ്സ് ഹൂ യു ഡിഡ് ഇറ്റ് ടു. നീ എന്ത് ചെയ്തു എന്നല്ല മോനെ, നീ അത് ആരോട് ചെയ്തു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതിന് മറുപടിയായി ഹൂ ദാറ്റ് ഫക്കിംഗ് നോബഡി എന്നീ മകൻ ചോദിക്കുമ്പോൾ ദാറ്റ് ഫക്കിംഗ് നോബഡി ഇസ് ജോൺ വിക്ക് എന്നൊരു മറുപടി ലഭിക്കുന്നു. അതായത് ഏതോ ഒരുത്തൻ എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ എത്ര അപകടകാരിയായിരുന്നു എന്ന് ആ പേരിൽ തന്നെ ഉണ്ട്. ശേഷം അയാൾ തുടർന്നു, ദ ജോൺ വാസിന്റ് എക്സാക്ട്ലി എ ബുഗി മാൻ ബട്ട് ദ വൺ യു സെന്റ് ടു കിൽ എ ബുഗി മാൻ. അതായത് ഇയാൾ ഒരു ഡെവിൾ അല്ല, മറിച്ച് ഒരു ഡെവിളിനെ കൊല്ലണമെങ്കിൽ വിടുന്നത് ഇയാളെ ആയിരിക്കും. ജോൺ വാസ് എ മാൻ ഓഫ് ഫോക്കസ്, കമ്മിറ്റ്മെന്റ് ആൻഡ് ഷിയർ വിൽ. അതായത് ഏറ്റെടുത്ത പണി കൃത്യമായി ചെയ്യുന്ന ഒരാൾ. അങ്ങനെ ഇത്രയും ബിൽഡപ്പുകൾക്ക് ശേഷം തന്നോട് ക്രൂരത കാണിച്ച ആളെ തേടി നായകൻ ഇറങ്ങുകയാണ്. അപ്പൊ എന്തായിരുന്നു നായകന്റെ പാസ്റ്റ് എന്ന് ചോദിച്ചാൽ, ഈ നരേഷൻ കൊടുത്ത ആളുടെ ഗ്യാങ്ങിൽ വർക്ക് ചെയ്തിരുന്ന ഒരു അസാസിൻ അല്ലെങ്കിൽ ഒരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു നമ്മുടെ നായകൻ. ബട്ട് ഒരു ഘട്ടത്തിൽ താൻ സ്നേഹിച്ച പെണ്ണിന് വേണ്ടി അയാൾ ഇതൊക്കെ പിറകിൽ ഉപേക്ഷിച്ച് പോവുകയും എന്നാൽ തന്റെ ഭാര്യ മരണപ്പെടുകയും അത് മുൻകൂട്ടി അറിയാമായിരുന്ന അവർ ഇയാൾക്ക് വേണ്ടി ഒറ്റപ്പെടലിന് ഓവർകം ചെയ്യാനും തന്റെ ഓർമ്മയ്ക്കുമായി ഒരു പെറ്റ് ഡോഗിനെ സമ്മാനിക്കുകയാണ്. ആ ഒരു പെറ്റ് ഡോഗിനെയാണ് കാർ മോഷണ ശ്രമത്തിനിടയിൽ വില്ലന്റെ ഗ്യാങ് കൊല്ലുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഫൈറ്റ് സീക്വൻസസിന്റെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് സംഭവിക്കുന്നത്. ആക്ഷൻ സിനിമ എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ആക്ഷൻ സിനിമ. ദാറ്റ് വാസ് ജോൺ വിക്ക്, ദ മാൻ ഹൂ കിൽഡ് 3 men in a bar with a pencil, with a fucking pencil.